നമ്മൾ പറഞ്ഞു വന്നത് കോട്ടയത്തെ ആകാശപാതയെക്കുറിച്ചാണ്. ഇപ്പോൾ സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ടും കോട്ടയത്തെ ആകാശപാതയ്ക്ക് എതിരാണ്. അത് പൊളിച്ചു നീക്കണം എന്നത് തന്നെയാണ് നിർദ്ദേശമായി വന്നിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങളുടെ ബലിത്തറയാണ് കോട്ടയത്തെ ഈ സ്കൈ വാക്ക്. മുൻ മന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. എന്നാൽ LDF ശക്തമായി ഇതിനെ എതിർക്കുകയാണ്. ഇപ്പോൾ വിവാദ ആകാശപാതയ്ക്ക് എതിരായിരിക്കുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും. ആ ഉടലായി നിൽക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണല്ലോ. വിദഗ്ധ സമിതി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാദം. കോടതിയിൽ കിടക്കുന്ന ഈ കേസിനകത്ത് പോലും ബലക്ഷയം എന്നൊരു ആർഗ്യുമെൻ്റ് ഈ 2024 മാർച്ച് മാസത്തിൽ അവർ കൊടുത്ത അഫിഡവിറ്റിനകത്തില്ല. ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് മന്ത്രി തന്നെ ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. അത് കോടതിയിൽ കിടക്കുന്ന കേസാണ്. ഞാൻ അപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, കോടതിയിൽ കിടക്കുന്ന കേസാണ്. കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കേസിനകത്ത് ഇങ്ങനെ പരസ്യമായി ഒരു മന്ത്രി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷേധാത്മകമായ ഒരു സമീപനം ഉണ്ടായത്. ഇവിടെ 7 പ്രാവശ്യം കോടതിയിൽ നിന്ന് ഇവരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഈ കേസ് വന്നതിന് ശേഷം 7 പ്രാവശ്യമായി ഇത് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. തനിക്കാക്കി വിളക്കാക്കുക എന്നുള്ള സമീപനമാണ് ഇവരെടുത്തത്. എന്താകും ആകാശപാതയുടെ ഭാവി? അത് പൊളിക്കുമോ നിലനിർത്തുമോ? ലേബി സജീന്ദ്രനുണ്ട്. ലേബി, ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയണം. പക്ഷേ രാഷ്ട്രീയ പോരിൽ വർഷങ്ങളായി അതവിടെ നോക്കുകുത്തിയായി നിൽക്കുന്നു. ലക്ഷങ്ങൾ, അത് സാധാരണക്കാരുടെ നികുതി പണം കൂടിയാണ്. ഇപ്പോഴിതാ പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടും വരുന്നു. അതും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. എന്തായിരിക്കും ആകാശപാതയുടെ ഭാവി? ലേബിക്ക് എന്താണ് തോന്നുന്നത്? വിനിത, ആകാശപാത എന്നത് സ്വാഭാവികമായും ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വളരെ ആവശ്യമായ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തുറവൂർ അരൂർ ആകാശപാതയുടെ നിർമ്മാണവും അതേ തുടർന്നുള്ള വിവാദവും ഒക്കെ നടന്നു വരികയാണ്. അതിനിടയിലാണ് കോട്ടയത്തെ ആകാശപാത സംബന്ധിച്ച വിവാദവും വരുന്നത്. ആ കോട്ടയത്തെ ആകാശപാതയുടെ കാര്യത്തിൽ അതിന്റെ തൂണിന് ബലക്ഷയം എന്ന് കണ്ടെത്തൽ വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരുന്നതിനപ്പുറം ഇതിന്റെ ഭാവി എന്തെന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനം. കാരണം ഇതിലൊരു രാഷ്ട്രീയമായ കേവലം ആരോപണം മാത്രമല്ലല്ലോ വിനീത. ഇത്തരത്തിൽ തൂണിന് അടിയിൽ നിർമ്മിച്ച തൂണുകൾക്ക് അപ്പുറമുള്ള തൂണുകൾക്ക് ബലക്ഷയമുണ്ട് എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ആകാശപാത പോലെ ഒരു ആകാശപാതയുടെ നിർമ്മാണമൊക്കെ ആ പ്രദേശത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ് എന്നുകൂടി ഓർക്കണം. വികസനം അനിവാര്യമാണ്, എന്നാൽ ആ പ്രദേശത്തുകാരൊക്കെ ഒരുപാട് നാളുകൾ ത്യാഗം സഹിച്ചിട്ട് വേണം അത്തരമൊരു ആകാശപാതയുടെ പണി പൂർത്തീകരിക്കാനും ആ പദ്ധതി പ്രാവർത്തികമാകാനും അല്ലെങ്കിൽ അത് ഫലത്തിലേക്ക് വരാനും. അങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കുറ്റമറ്റ രീതിയിൽ വേണം അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്താൻ എന്നുള്ളത് അരൂർ തുറവൂർ ആകാശപാത നമുക്ക് കാണിച്ചു തന്നതാണ്. ഇവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ഈ 12.25 കിലോമീറ്ററോളം വരുന്ന ഈ ആകാശപാതയുടെ പേരിൽ, ഈ എലിവേറ്റഡ് ഹൈവേയുടെ പേരിൽ എത്രയോ കാലങ്ങളായി ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അന്ന് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ വച്ച് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അമിക്കസ് ക്യൂറി അന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും പറഞ്ഞു, ഒരു ആകാശപാത പോലുള്ള വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വളരെ പഠിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ. ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ വിവാദം, ഈ കോട്ടയം ആകാശപാതയുടെ കാര്യവും കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ തൂണിന് ബലക്ഷയമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ വിവാദം കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും ഇത്തരം ഒരു പദ്ധതിയുമൊക്കെയായിട്ട് വരുമ്പോൾ അതിന്റെ വളരെ കൃത്യമായ പഠനത്തോടെ, കൃത്യമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നടത്തേണ്ട പദ്ധതികളാണ് ഇത്തരത്തിൽ വിവാദത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. സ്വാഭാവികമായും കോട്ടയത്തെ ആകാശപാതയും അതുതന്നെയാണ്, ഇത്തരമൊരു ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. കേവലം ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഇതിന്റെ ഈ തൂണുകൾക്ക് ബലക്ഷയം അല്ലെങ്കിൽ ഇതൊക്കെ തുരുമ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ജനങ്ങൾ കാണുന്നതും വിനീത. ശരി, ഏതായാലും ആകാശപാതയുടെ ഭാവി എന്താകും എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്നതാണ്. അതിനിപ്പോഴാണ്
റെഡ് ഫ്ലാഗ് വരുന്നു, വിദഗ്ധ സമിതി റിപ്പോർട്ടും എതിരാണ്. ഇനി അത് പൊളിച്ചു നീക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും LDF സർക്കാർ ഇതിന് എതിരാണ് എന്നത് തന്നെയാണ്. നമ്മൾ ജനങ്ങളുടെ പ്രതികരണം തേടുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ്. ചിലരൊക്കെ ഇങ്ങനെ നോക്കുകുത്തിയായി എന്തിനാണ് ഒരു ആകാശപാത എന്നാണ് ചോദിക്കുന്നത്. അത് നടപ്പായാൽ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന മറ്റൊരു അഭിപ്രായമുണ്ട്. ഏതായാലും ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കുന്ന ഒരു പാത ഇത്തരത്തിൽ വെറുതെ കളയണോ എന്നൊരു ചോദ്യവും ബാക്കിയാണ്. നമ്മൾ മഴയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിരവധി പേർ ഇപ്പോഴും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കപിൽ മുരളി ദുബായിൽ മഴയില്ല എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പറയുന്നു കൂടല്ലൂരിൽ മഴയില്ല. ശാസ്താംകോട്ടയിൽ മഴയില്ലെന്ന് അരുൾ പറയുന്നു. ഇതാ എൻ്റെ ഒറ്റപ്പാലത്ത് മഴയുണ്ട് എന്നാണ് അബ്ദുൾ റസാഖ് പറയുന്നത്. ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അവിടെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. വേലായുധൻ പറയുന്നു മങ്കട നല്ല മഴക്കാറുണ്ട്, മഴ പെയ്തേക്കുമെന്ന്.